CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഫിനാൻഷ്യൽ എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫിനാൻഷ്യൽ ബിസിനസ് ഏതായാലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പാർട്ടാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. CAPM stands for Capital Asset Pricing Model. It is a financial model that helps investors to determine expected return on an investment based on its risk. റിസ്കിൻ്റെ ബേസിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സഹായിക്കുന്ന ഒന്നാണ് CAPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്, അതിൻ്റെ റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം അദ്ദേഹത്തിന് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. According to CAPM, the expected return of an investment is equal to risk-free rate plus a premium that reflects the investment systematic risk, also known as beta. Systematic risk എന്ന് പറയുന്നത് ബീറ്റയാണ്. അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതെന്തിന് ഈക്വലായി? റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് പ്രീമിയം ദാറ്റ് റിഫ്ലക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റമാറ്റിക് റിസ്ക്. CAPM formula is as follows: expected return equal to risk free rate plus beta into market risk premium. Expected return എന്ന് പറയുന്നത് risk free rate plus beta into market risk premium. Market risk premium equal to market risk minus risk free rate. The risk free rate is the theoretical rate of return of investment that has zero risk. Risk free rate പറഞ്ഞാൽ സീറോ റിസ്ക് ഉള്ളതിനെയാണ് എന്ത് പറയുക? റിസ്ക് ഫ്രീ റേറ്റ് എന്ന്. അത് US ട്രഷറി ബോണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റികളൊക്കെ സീറോ റിസ്ക് ആയിരിക്കും. ദ മാർക്കറ്റ് റിസ്ക് പ്രീമിയം ഇസ് ദ അഡീഷണൽ റിട്ടേൺ എൻ ഇൻവെസ്റ്റർ ക്യാൻ എക്സ്പെക്ട് ടു ഏൺ അബൌട്ട് ദ റിസ്ക് ഫ്രീ റേറ്റ് ഫോർ ടേക്കിംഗ് ഓൺ ദ റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇറ്റ് ഈസ് എ അഡീഷണൽ റിട്ടേൺ ആണ്. ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്ന അഡീഷണൽ റിട്ടേൺ ആണ്. എന്തിൽ നിന്ന്? റിസ്ക് ഫ്രീ റേറ്റും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് അദ്ദേഹം ഒരാൾ റിസ്ക് ഫ്രീ റേറ്റിന് പകരം മറ്റൊരു റിസ്ക് ഉള്ള ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ റിസ്ക് ഉള്ളതിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയും. ഒരാൾ ഗവൺമെൻറ് സെക്യൂരിറ്റി പോലുള്ള, ഇവിടെ നേരത്തെ പറഞ്ഞ ട്രഷറി ബോണ്ട് പോലുള്ളതിൽ നിക്ഷേപിക്കാതെ മറ്റൊന്നിൽ നിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന അതിൽ കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള, റിസ്ക് എടുക്കാൻ തയ്യാറാകുക, അവിടെ കിട്ടുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇതിനെയാണെന്ന് പറയുന്നത്, ഏൺ ചെയ്യുന്നതിനെ എന്ത് പറയുക? മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബീറ്റ മെഷേഴ്സ് ദ വൊളാറ്റിലിറ്റി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റീവ് ടു ഓവറോൾ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റിവിറ്റി. ഓവറോൾ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റീവിൻ്റെ വൊളാറ്റിലിറ്റിയാണ് നമ്മളിവിടെ ബീറ്റയിൽ മെഷർ ചെയ്യുന്നത്. ബീറ്റയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബീറ്റ 1 ആയിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈസ് മൂവ് ഇൻ എ ലൈൻ, ആ മാർക്കറ്റ് ലൈനിൽ ആണ് മൂവ്, മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്? ലെസ് വൊളാറ്റലാണ്, മാർക്കറ്റിനെ കാട്ടിയും ലെസ് വൊളാറ്റലാണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മോർ വൊളാറ്റൽ ദാൻ ദ മാർക്കറ്റ്. Okay. Investors use the CAPM to evaluate the expected return of given investment compared to its required rate of return and to determine whether the investment is undervalued or overvalued. ഇൻവെസ്റ്റർ ക്യാപ്പ് യൂസ് ചെയ്യുന്നതിന് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓഫ് എ ഗിവൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നൽകിയിട്ട് കമ്പയർ ടു റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അദ്ദേഹത്തിൻ്റെ റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആയിട്ട് ഇതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, ഇതിൽ നിന്നുള്ള ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള റിട്ടേൺ കമ്പയർ ചെയ്യുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. CAPM ആൻഡ് ബീറ്റ. ദ ബീറ്റ ഓഫ് എ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെഷർ ഓഫ് ഹൗ മച്ച് റിസ്ക് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ആഡ് ടു എ പോർട്ട്ഫോളിയോ ദാറ്റ് looks like the market. If a stock is riskier than the market, it will have a beta greater than 1. മാർക്കറ്റിനാണെങ്കിൽ കൂടുതലാണ് റിസ്ക് എങ്കിൽ, മാർക്കറ്റിലുള്ളതിനാണെങ്കിൽ കൂടുതലാണ് സ്റ്റോക്കുള്ള റിസ്ക് എങ്കിൽ അതിൻ്റെ ബീറ്റ വാല്യൂ 1 കൂടുതലായി. If stock has beta is less than 1, the formula assumes it will reduce risk of portfolio. A stock beta is then multiplied by the market risk premium. നമ്മൾ നേരത്തെ ഇതിലെന്താ പറയുന്നത്? ഇവിടെ നോക്കുക, ഇവിടെ ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിസ്ക് പ്രീമിയമാണ്. വിച്ച് ഈസ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം ദ മാർക്കറ്റ് അബൌവ് ദ റിസ്ക് ഫ്രീ റേറ്റ്. മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള റിസ്ക് ഫ്രീ റേറ്റിനെക്കാട്ടിലും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നതിനാണ് എന്ന് പറയും മാർക്കറ്റ് റിസ്ക് ഫ്രീ. ദ റിസ്ക് ഫ്രീ റേറ്റ് ഈസ് ദെൻ ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് സ്റ്റോക്ക് ബീറ്റ ആൻഡ് ദ മാർക്കറ്റ് റിസ്ക് പ്രീമിയം. ദ റിസൾട്ട് ഷുഡ് ഗിവൻ ഇൻവെസ്റ്റർ ദ റിക്വയർഡ് റിട്ടേൺ ഓർ ഡിസ്കൗണ്ട് റേറ്റ് ദേ ക്യാൻ യൂസ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് എൻ അസറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അസറ്റിന് എത്ര വാല്യൂ കൊടുക്കാമെന്ന് തീരുമാനിക്കും. ഒരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ, ഇമാജിൻ എൻ ഇൻവെസ്റ്റർ ഈസ് കണ്ടംപ്ലേറ്റിംഗ് എ സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് $100 per share today it pays 3 annual dividend. Say that this stock has beta compared with the market of 1.3. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
1.3 ആയിരിക്കും അതിൻ്റെ ബീറ്റ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് മോർ വൊളാറ്റൽ ദാൻ ദ ബ്രോഡ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ. മാർക്കറ്റിനെക്കാട്ടിലും എന്തായിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ അത് ഒന്നും കൂടിയും വൊളാറ്റലായിരിക്കും. ഓക്കെ. ആൾസോ അസ്യൂം ദാറ്റ് റിസ്ക് ഫ്രീ റേറ്റ് ഈസ് 3%. റിസ്ക് ഫ്രീ റേറ്റ് എത്ര? 3%. ആൻഡ് ദിസ് ഇൻവെസ്റ്റർ എക്സ്പെക്ട് ദ മാർക്കറ്റ് ഈസ് ടു റൈസ് ഇൻ വാല്യൂ 8% പെർ ഇയർ. ഒരു വർഷം 8% മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ വർദ്ധിക്കുമെന്ന്. അപ്പോൾ റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ്? 3% ആണ്. മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് 8% ആണ്. ബീറ്റ എത്രയാണ്? 1.3 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. ഓക്കെ. റിസ്ക് പ്രീമിയമാണ്. എന്ത്? RM മൈനസ് RF. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈക്വൽ ടു 3 പ്ലസ് 1.3 ഇൻറ്റു 8 മൈനസ് 3. എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ്? 9.5 ആണ്. ഒരു ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 9.5 ആണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ലഭിക്കുന്നത്. ദ CAPM ഈസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് അസംഷൻ. CAPMത്തിൻ്റെ അസംഷൻ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ ആൻഡ് റിസ്ക് അവേഴ്സ്. ഇൻവെസ്റ്റർ എന്തായിരിക്കും? റാഷണൽ ബിഹേവിയർ ഉള്ള ആളുകളായിരിക്കും. ബേസ്ഡ് ഓൺ ദെയർ ഓൺ റിസ്ക് പ്രിഫറൻസ് ആൻഡ് റിസ്ക് അവേഴ്സ്, മീനിങ് ദാറ്റ് ദേ റിക്വയർ കോമ്പൻസേഷൻ ഫോർ ടേക്കിംഗ് ഓൺ അഡീഷണൽ റിസ്ക്. ഒരാൾ അഡീഷണൽ ആയിട്ട് റിസ്ക് എടുക്കുമ്പോൾ അതിന് അയാൾ കൂടുതലായിട്ട് കോമ്പൻസേഷൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം എടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻവെസ്റ്റർ എന്തായിരിക്കും? റാഷണൽ ആയിരിക്കും. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ്. അത് CAPM assume that capital market are perfect, meaning that investor can borrow and lend money at the same risk free rate ലായിരിക്കും ബോറോ ചെയ്യും ലെൻഡ്. ആൻഡ് ദാറ്റ് ദർ ആർ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ടാക്സസ് ഓർ അതർ മാർക്കറ്റ് ഇംപെർഫെക്ഷൻ. ഹോമോജീനിയസ് എക്സ്പെക്ടേഷൻ. ആൾ ഇൻവെസ്റ്റർ ഹാവ് ദ സെയിം എക്സ്പെക്ടേഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഫ്യൂച്ചർ റിട്ടേണിനെ കുറിച്ച് സെയിം എക്സ്പെക്ടേഷനാണ്. റിട്ടേൺ ലഭിക്കുന്നതിന് അദ്ദേഹം ഓരോ ഇൻവെസ്റ്ററും സെയിം ആയിരിക്കും അവരുടെ എക്സ്പെക്ട്. ആൻഡ് ഫ്യൂച്ചർ റിസ്ക് ഓഫ് ദ മാർക്കറ്റ്. അതുപോലെ തന്നെ റിസ്കിലും ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ ഈസ് എഫിഷ്യൻ്റ് ആയിരിക്കും. ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ അസ്യൂംഡ് ടു ബി മോസ്റ്റ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. മാർക്കറ്റിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ എന്തായിരിക്കും? എഫിഷ്യൻ്റ് ആയിരിക്കും, മീനിങ് ദാറ്റ് ഇറ്റ് ഓഫേഴ്സ് ദ ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ എ ഗിവൻ ലെവൽ ഓഫ് റിസ്കിനെ അപേക്ഷിച്ച് ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ടായിരിക്കും. CAPM ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഫോർ റിലയൻസ് ഓൺ ദിസ് അസംഷൻ വിച്ച് ആർ നോട്ട് ആൾവേസ് റിയലിസ്റ്റിക്. ഇത് റിയലിസ്റ്റിക് അല്ല എന്നുള്ളത് ഈ അസംഷൻ. ക്രിറ്റിക്സ് ആർഗ്യൂ ദാറ്റ് ദ മോഡൽ മേ നോട്ട് അക്യുറേറ്റ്ലി റിഫ്ലക്ട് കോംപ്ലക്സിറ്റി ഓഫ് റിയൽ വേൾഡ് മാർക്കറ്റ്. റിയൽ വേൾഡ് ഉള്ള ഈ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ളതല്ല CAPM നൽകുന്നത്. ആൻഡ് ദാറ്റ് ഇറ്റ് മേ ബി സിംപ്ലിസ്റ്റിക് ടു ഫുള്ളി capture the risk and return of investment. Despite this criticism, CAPM remain an important tool for investors. CAPM ഈ ഇത്ര ക്രിറ്റിസിസം ഒക്കെ ഉണ്ടെങ്കിലും CAPM ഒരു ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഫിനാൻസ് ടു എസ്റ്റിമേറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഡിറ്റർമിൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ബിസിനസ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് വൈഡ്ലി ആയിട്ട് ആളുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം ഇത് വളരെ കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് ഫിനാൻസിൽ വൈഡ്ലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്തിന്? എസ്റ്റിമേറ്റ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടു ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ബിസിനസ്. ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഈസ് മാത്തമാറ്റിക്കലി സിമ്പിൾ എസ്റ്റിമേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ദ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് റിക്വയർഡ് ഇറ്റ് ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊരു മാത്തമാറ്റിക്കൽ സിമ്പിൾ എസ്റ്റിമേറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മെഷർ ചെയ്യുന്നൊരു മോഡലാണ്. ഇതിന് ദ റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ബേസ്ഡ് ഓൺ the level of risk associated with the investment. CAPM state that investors require additional returns in excess of risk-free rate proportional to the market risk. Market riskൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും അഡീഷണൽ റിസ്ക് ഫ്രീ റേറ്റിനായിട്ട് എക്സസ് ആയിട്ട് ഒരാൾ അഡീഷണൽ ആയിട്ട് റിട്ടേൺ പ്രതികരിക്കും. അതിനാണ് റിസ്ക് പ്രീമിയം എന്ന് പറയും. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് CAPM. അഡ്വാൻറ്റേജ് ഓഫ് CAPM സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ്. വളരെ സിമ്പിളാണ്, ഈസി ടു യൂസ്, കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. സെപ്പറേറ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇവിടെ സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്ത്. ദ മോഡൽ ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ടു സെപ്പറേറ്റ് ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഇസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്, അലോവിങ് ഫോർ മോർ അക്യുറേറ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദ റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. വൈഡ്ലി യൂസ് ചെയ്യുന്ന ലോകത്ത് ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് CAPM. ഹെൽപ്സ് ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഇത് സഹായകരമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒന്നാമത്തെ അസംഷൻ. ഡിസഡ്വാൻറ്റേജ് ഓഫ് CAPM അസംഷൻ റിയലിസ്റ്റിക് അസംഷനാണ്. അതുപോലെ ഇഗ്നോർ നോൺ മാർക്കറ്റ് റിസ്ക്. ഇതിൽ ഇഗ്നോർ ചെയ്തിട്ട് നോൺ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, ക്രെഡിറ്റ് റിസ്ക്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു റിസ്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഇതിൽ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ദ CAPM റിലേസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു എസ്റ്റിമേറ്റ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം ആൻഡ് ബീറ്റ വിച്ച് മേ നോട്ട് അക്യുറേറ്റ്ലി റിഫ്ലക്ട് ദ ഫ്യൂച്ചർ റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റേൻ്റെ ബേസിലാണ് മുൻപുള്ള ഡാറ്റയുടെ ബേസിലാണ് പ്രീമിയം, റിസ്ക് പ്രീമിയം, ബീറ്റയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊരു അക്യുറേറ്റ് ആണെന്നില്ല ഫ്യൂച്ചറിലേക്ക്. ലിമിറ്റഡ് അപ്ലിക്കബിലിറ്റി. ഇതിൻ്റെ അപ്ലിക്കബിൾ എന്താണ്? വളരെ ലിമിറ്റഡ് ആണ്.
CAPM and the efficient frontier. Using the CAPM to build a portfolio is supposed to help investor manage their risk. CAPM ഉപയോഗിച്ചുകൊണ്ട് ടു ബിൽഡ് പോർട്ട്ഫോളിയോ നമുക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഈ സപ്പോസ് ടു ഹെൽപ്പ് ഇൻവെസ്റ്റർ മാനേജ് ദർ റിസ്ക്, അവരുടെ റിസ്ക് മാനേജ് ചെയ്യാൻ അത് സഹായകരം. ഇപ്പം ഇൻവെസ്റ്റർ വെർ ഏബിൾ ടു യൂസ് CAPM പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസ് എ പോർട്ട്ഫോളിയോ റിട്ടേൺ റിലേറ്റീവ് ടു റിസ്ക് ഇറ്റ് വുഡ് എക്സിസ്റ്റ് ഓൺ കർവ് കാർഡ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ഒരു CAPM എന്ന് പറയുന്നത് നമ്മൾ യൂസ് പെർഫെക്റ്റ്ലി ഒപ്റ്റിമൈസ് ചെയ്യുക, പോർട്ട്ഫോളിയോ റിട്ടേൺ റിലേറ്റീവ് റിസ്കിനെ അപേക്ഷിച്ചിട്ട് പോർട്ട്ഫോളിയോ റിട്ടേൺ ഒപ്റ്റിമൈസ് ചെയ്യണം, മാക്സിമം റിട്ടേൺ ഉണ്ടാക്കുക. ഇത് ഒരു റിസ്ക് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ കർവ് ഷേപ്പിലായിട്ട് ഷോൺ ഫോളോയിങ് ഗ്രാഫ്. ഇതിൽ നോക്കുക, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഐഡിയൽ മാർക്കറ്റ് പോർട്ട്ഫോളിയോ. ആ പോയിന്റ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനും പോയിന്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും കൂടുതലായിട്ട് റിട്ടേൺ ഉണ്ടായിരിക്കാം. Okay, the graph shows how greater expected return require greater expected risk. Modern portfolio theory suggests that starting with the risk-free rate നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, risk-free rate. The expected return of portfolio increase as the risk increase. Risk കൂടുന്തോറും expected return എന്ത് ചെയ്യണം? Increase. Any portfolio that fit on the capital market line is better than any possible portfolio to the right of that line. But at some point, theoretical portfolio can be constructed on the CML with the best return of the amount of risk being taken. ഒരു റിസ്ക് ഒരാൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ട് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. The CML and efficient fraudulent may be difficult to define ചെയ്യാൻ difficult, but they illustrate important concept of investor. There is a trade-off between ഇൻക്രീസ്ഡ് റിട്ടേൺ ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക്. ഇൻക്രീസ്ഡ് റിട്ടേണും ഇൻക്രീസ്ഡ് റിസ്ക്കും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് ഉണ്ട് എന്നുള്ളത്. Because it's impossible to perfectly build a portfolio that fit on the CML. It is more common for investors to take too much risk. They seek additional return. ഒരു ഇൻവെസ്റ്റർ ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടുതലായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന എന്തുകൊണ്ടാണ്? അഡീഷണൽ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഈ തിയറിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റിട്ടേണും റിസ്ക്കും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് റിട്ടേൺ പ്രതീക്ഷിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അയാൾ കൂടുതലായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോൾ കൂടുതലായിട്ട് റിട്ടേൺ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നോക്കുക, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. ഇൻ ദ ഫോളോയിങ് ഈ ചാർട്ടിൽ സി ടു പോർട്ട്ഫോളിയോ ദാറ്റ് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ് കൺസ്ട്രക്ട് ടു ഫിറ്റ് അലോങ് ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. അത് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ഫിറ്റ് ചെയ്യും. പോർട്ട്ഫോളിയോ എ ഈസ് എക്സ്പെക്ട് ടു റിട്ടേൺ 8% പെർ ഇയർ ആസ് 10% സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ റിസ്ക് ലെവൽ. 10% എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും റിസ്ക് ലെവൽ. പോർട്ട്ഫോളിയോ ബി ഈസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ 10% പെർ ഇയർ ബട്ട് ആസ് 16% സ്റ്റാൻഡേർഡ്. ദ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ബി റോസ് ഫാസ്റ്റർ ദാൻ ഇസ് എക്സ്പെക്റ്റഡ് റിട്ടേണിനെക്കാട്ടി കൂടുതലായിട്ട് ബിയിൽ റിസ്ക് കൂടും. അപ്പോൾ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ 16% അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടിക്കഴിഞ്ഞാൽ അത് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ബി റോസ് ഫാസ്റ്റർ ദാൻ ദ ഇസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.